നമസ്കാരം, ഡോക്ടർ സൗമ്യ സെന്നാണ്. അമ്മമാർ സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒന്നുമല്ല, നമ്മൾ ധാരാളമായി കേൾക്കുന്നു. അതിലിപ്പോൾ അവസാനം സംഭവിച്ചതാണ് സന്ധ്യ എന്ന് പറയുന്ന യുവതി തൻ്റെ സ്വന്തം കുഞ്ഞ് കല്യാണിയെ, 3 വയസ്സുള്ള കല്യാണിയെ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്ന കാര്യം. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം കണ്ടു കമൻറ്റ് ബോക്സുകളിലൊക്കെ, ഒരു സ്വന്തം അമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കുന്നത്? ഇവളൊക്കെ ഒരു അമ്മയാണോ? ഇവളെയും അതേ രീതിയിൽ പുഴയിൽ എറിഞ്ഞു കൊല്ലേണ്ടതാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, അങ്ങനെയുള്ള ഒരു സമൂഹ വിചാരണ ഞാൻ പല കമൻറ്റ് ബോക്സുകളിലും കണ്ടു. നോക്കൂ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സമൂഹം അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാർപ്പുണ്ട്. അതായത് അമ്മമാരിങ്ങനെയൊക്കെ ആവണം, അമ്മമാരങ്ങനെയൊക്കെ ആവണം. നമുക്കറിയാം, അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വാത്സല്യവും സ്നേഹവും പരിഗണനയും ക്ഷമയും ഒക്കെയുള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള എല്ലാ അമ്മമാരും അങ്ങനെയല്ല എന്നുള്ളൊരു സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. എല്ലാവരും ഒരേ അച്ചിൽ വാർത്തെടുത്തവരല്ല. കാരണം അത് അവരുടെ പരിതസ്ഥിതികൾ കൊണ്ട്, അവരുടെ മാനസിക അവസ്ഥ കൊണ്ട് പലരും പല രീതിയിലാണ്. ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എല്ലാ സ്ത്രീകളിലും ഈ പറയുന്ന അമ്മമാരുടെ എല്ലാ ഗുണങ്ങളും അങ്ങനെ വന്നു ചേർന്നതൊന്നുമല്ല. പലർക്കും അത് ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തതിന് ശേഷവും ചിലപ്പോൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ആ അമ്മ എന്ന് പറയുന്ന ആ ഒരു റോളിലേക്ക് ശരിക്കും അതിലേക്ക് ഫിറ്റിൻ ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കാര്യം കേൾക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയില്ല ശരിക്കും ഇവർക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ അതിൻ്റെ വഴിക്ക് അന്വേഷണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഇവാലുവേഷനും ഒക്കെ നടക്കണം, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ നല്ലൊരു ശതമാനം സ്ത്രീകളിലും പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ മാനസിക സന്തുലിതാവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ മെയിനായിട്ടുള്ള ജീവിതം ആർത്തവം തുടങ്ങിയ മുതൽ, അല്ലെ അവളൊരു സ്ത്രീ ആവുന്നത് മുതൽ ആർത്തവ വിവരാമം വരെയുള്ള ഒരു ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീകളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ ഹോർമോൺസിന് ചുറ്റിപ്പറ്റിയാണ്. ഓരോ പീരീഡ്സിലും അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പീരീഡ്സ് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്, ഗർഭിണിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ അവസ്ഥകളിലൂടെ ഒക്കെ പോകുന്നൊരു ജീവിതമാണ് സ്ത്രീയുടെ. ഇവിടെ എവിടെ വേണമെങ്കിലും അവർക്ക് താളം കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളും നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ചിട്ട് അവരുടെ കുടുംബ പശ്ചാത്തലം, ഇപ്പോൾ ഇവരുടെയൊക്കെ അമ്മയുടെയും ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയൊക്കെ പല മൊഴികൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇവർ മുന്നേ തന്നെ പല മാനസിക പ്രശ്നങ്ങളുടെയും സിംറ്റംസ് കാണിക്കുന്ന സ്ത്രീയായിരുന്നു. ഇവർ വളരെ അഗ്രസീവ് ആയിരുന്നു, പെട്ടെന്ന് ഇമ്പൾസീവ് ആയിരുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്ത്രീയായിരുന്നു. കുഞ്ഞുങ്ങളെ ഇപ്പോൾ എന്താ പറയുക, ടോർച്ചൊക്കെ വെച്ച് തലയ്ക്കടിക്കുന്നു, അങ്ങനെ വളരെ അതായത് ഒരമ്മ കുഞ്ഞിനോട് ചെയ്യുന്ന അതല്ലാത്ത രീതിയിൽ വരുംവരായികൾ ആലോചിക്കാതെ തന്നെ കുട്ടികളെ ശിക്ഷിക്കുന്ന രീതികളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു നോർമൽ അമ്മയ്ക്ക് പറ്റുന്ന സംഗതികളല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് മുന്നേ തന്നെ ഇവർക്ക് മാനസികമായിട്ട് ഇവർ നോർമൽ ആയിരുന്നില്ല. പക്ഷെ ഇവർക്ക് അതിന് വേണ്ട ചികിത്സ കിട്ടിയിട്ടുണ്ടോ, സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം, ഒരു അമ്മയ്ക്ക് ഇങ്ങനെ സാധിക്കുമെന്ന് നോക്കൂ. നമ്മളൊരു ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കുഞ്ഞിനോട് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയായിരിക്കണം ആ അമ്മയെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്? ഒന്ന്, ഇത് എൻ്റെ കുഞ്ഞാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യം, ആ ഇൻസൈറ്റ്. പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവാം, ഞാൻ ജയിലിൽ പോവാം, എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആവാം, അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവ്. നോക്കൂ, പല മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിലും ഈ തിരിച്ചറിവും ഈ ഇൻസൈറ്റും ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകളിൽ പല ആൻറ്റി സോഷ്യൽ എലിമെന്റ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ഒരിക്കലും ചെയ്ത കുറ്റത്തിന്റെ തെറ്റ്, അതിന്റെ ആഴം അവർക്ക് മനസ്സിലാവില്ല, അവരതിൽ പശ്ചാത്തപിക്കില്ല, അവർക്ക് ഒരിക്കലും ഗിൽറ്റ് ഫീലിംഗ് വരില്ല. ഇനി ചില സൈക്കോട്ടിക് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പലപ്പോഴും അവർ പല രീതിയിലുള്ള ഡെലൂഷൻസ്, ആരും കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, അങ്ങനെയുള്ള പല ഹാലൂസിനേഷൻസിലൊക്കെയാണ് അവർ പല തെറ്റുകളും ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരോ വന്ന് അവരെ ചെവിയിൽ പറയുന്നു, ഈ കുഞ്ഞിനെ ഈ രോഗത്തു നിന്ന് രക്ഷപ്പെടുത്തൂ, അവളെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തൂ, അവളെ കൊന്നു കഴിഞ്ഞാൽ അവൾ ഈ രോഗത്തു നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ആരെങ്കിലും വന്ന് പറയുന്നതായിട്ട് കേൾക്കുന്ന അമ്മമാരുണ്ട്, സൈക്കോസിസ് ഉള്ള അമ്മമാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെ പല രീതികളിലും അവരിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്വന്തം കുഞ്ഞാണെന്നുള്ള തിരിച്ചറിവ് പോലും പലപ്പോഴും അവർക്ക് അതിൽ നഷ്ടപ്പെടും. അവര് ചെയ്യുന്ന സമയത്ത് അതവർക്ക് മനസ്സിലാവില്ല, ഇത് ചെയ്താൽ എന്താണ് കോൺസിക്വൻസ് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പല അമ്മമാരെന്ന് മനസ്സിലാക്കണം. എല്ലാ അമ്മമാരും നമ്മൾ ഈ കാണുന്ന പോലെ സർവ്വസഹകളായിട്ടുള്ള വാത്സല്യ നിധികളായിട്ടുള്ള, അതവർ മനഃപൂർവ്വം അങ്ങനെ ആവാതെ അല്ല, അവരുടെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കാരണം അവർക്ക് അങ്ങനെ ആവാൻ പറ്റാത്തതാണ്. മനസ്സിലായോ? അവർക്ക് ഈ കുഞ്ഞുങ്ങളോടുള്ള ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവാത്തതാണ്. അത് അവരുടെ കുറ്റമായിട്ട് പറയരുത്. പിന്നെ
പൊതുജനം അല്ലെങ്കിൽ പൊതുസമൂഹം എപ്പോഴും കല്ലെറിയുന്നതിനോട് അതിന് വേറൊരു സൈക്കോളജി കൂടിയുണ്ട്. കാരണം പലപ്പോഴും നിങ്ങൾക്കറിയാം, പല കുറ്റകൃത്യങ്ങളും മാസ്ക് ചെയ്യാൻ വേണ്ടി ഈ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. പല ശിക്ഷകളിൽ നിന്ന് ഒഴിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന കൊലയാളികളെയൊക്കെ. അപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കാം പലപ്പോഴും ശരിക്കുള്ള കേസുകളിൽ പോലും സമൂഹം അത് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത്. കാരണം നമ്മളെല്ലാവരും കരുതുന്നത് ഇത് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്, ഇവൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ ശതമാനം കേസുകളിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും അങ്ങനെയല്ല. ഇവരുടെ ഒരു ഹിസ്റ്ററി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ കുറേ കാലമായിട്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത് നോർമലായിട്ടില്ല. അവരുടെ അമ്മ പറയുന്നുണ്ട് അവൾ എല്ലാത്തിനും കുറച്ച് സ്ലോ ആണ്. അതായത് സാധാരണ രീതിയിൽ ഒരു ബുദ്ധി പോലും, അതായത് ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പോലും ഉള്ള ഒരു സ്ത്രീയാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒരു പെർഫെക്റ്റ് അമ്മയാവാൻ സാധിക്കില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാ സ്ത്രീകളോടും ചോദിച്ചിട്ട് കാര്യമില്ല. നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ, ഇവളൊക്കെ ഒരു അമ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള അമ്മമാരും ജീവിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ തെറ്റല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ ഇനി അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റഡ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ, അവർക്ക് വേണ്ട ചികിത്സ, അവർക്ക് വേണ്ട കരുതൽ കൊടുക്കുക. അവർക്ക് എന്താണോ വേണ്ടത് അവരെ അതിൽ നിന്ന് കരകയറ്റാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. രണ്ടാമത്തേത് അത് അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് വരുന്നത് വരെ, ഇപ്പോൾ ഈ കുട്ടിക്ക് ഇതിനു മുമ്പ് ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊടുത്തു എന്ന് പറയുന്നുണ്ട്, വളരെ മാരകമായിട്ട് ഈ കുട്ടീനെ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത് വളരെ ഇവിഡൻ്റ് ആണ് ഇവരെ ഒരു റിസ്കി മദറാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് പാരൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തണം. ഒരിക്കലും അങ്ങനെയുള്ളൊരു അമ്മയുടെ കൂടെ ഈ കുട്ടിയെ അംഗനവാടിയിൽ നിന്ന് തനിച്ച് വിടാതിരിക്കണം. അപ്പം അതൊക്കെ ആക്ച്വലി അവർ മാത്രമല്ല, അവരുടെ ബന്ധുക്കൾ, വീട്ടിലുള്ളവർ, സമൂഹം, സ്റ്റേറ്റ് എല്ലാവരും ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസിലുള്ള കുട്ടികളുടെ സുരക്ഷിതത്വം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വലി ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അമ്മയെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അത് അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് വരുന്നത് വരെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ആ കുട്ടികളെ മാറ്റി നിർത്തുക, ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് കൂടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അവരോട് നമ്മൾ ആക്രോശിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കല്ലെറിഞ്ഞിട്ടോ കാര്യമില്ല. ഇങ്ങനെയുള്ള അത് ആക്ച്വലി ഒരു ഇമ്മീഡിയറ്റ് നീജർക്ക് റിയാക്ഷൻ മാത്രമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു സൊല്യൂഷനും കിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ബൈ.